സ്വർണ്ണ സോപാനത്തിൽ കുടികൊള്ളുന്ന കൊടിമരവും ആറാട്ടുമുള്ള ഭാരതത്തിലെ ഏക ശ്രീ വിഷ്ണുമായ സ്വാമി ക്ഷേത്രം പെരിങ്ങോട്ടുകര ദേവസ്ഥാനം. ഏതു മതസ്ഥർക്കും ഇവിടെ ഭഗവാനെ തൊഴുതു പ്രാർത്ഥിക്കുവാൻ എത്താം. മനസ്സറിഞ്ഞ് വിളിക്കുന്ന ഏതൊരു ഭക്തൻ്റെയും ആഗ്രഹം ഭഗവാൻ വിഷ്ണുമായ സ്വാമി പൂർത്തീകരിക്കുന്നു. തൃശ്ശൂർ ജില്ലയിൽ തൃപ്രയാർ ക്ഷേത്രത്തിനു സമീപം സ്ഥിതി ചെയ്യുന്ന പെരിങ്ങോട്ടുകര ദേവസ്ഥാനം തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രവുമായി അഭേദ്യമായ ബന്ധം പുലർത്തുന്നതാണ്. ദിവസവും 12 മണിക്ക് തൃപ്രയാർ ക്ഷേത്രം നടയടച്ചതിനു ശേഷം ഭഗവാൻ നൃത്തരൂപത്തിൽ ഭക്തർക്ക് അനുഗ്രഹമേകുന്നു. ആറാട്ടുപുഴ പൂരത്തിന് തൃപ്രയാർ സ്വാമി ഇവിടെ വന്ന് പറയെടുക്കുന്നു. പറയെടുത്തു പോയാൽ തൃപ്രയാർ സ്വാമിക്ക് വിഷ്ണുമായ സ്വാമി അകമ്പടി സേവിക്കുന്നു എന്നാണ് വിശ്വാസം. അതിനാൽ പൂരം കഴിഞ്ഞ് തൃപ്രയാർ സ്വാമി തിരിച്ചു വരുന്നതുവരെ വിഷ്ണുമായ സ്വാമിക്ക് ഇവിടെ പൂജകളില്ല. ആരാണ് വിഷ്ണുമായ സ്വാമി? സാക്ഷാൽ മഹാദേവൻ ഒരിക്കൽ നായാട്ടിന് പോയപ്പോൾ വേടരാജാവിൻ്റെ പുത്രിയായ കൂളിവാകയെ കണ്ടു മോഹിക്കുകയും താൻ വേട്ടയാടി തിരിച്ചു വരുന്നതുവരെ ഇവിടെ നിൽക്കണമെന്ന് ഭഗവാൻ കൂളിവാകയോട് പറയുകയും ചെയ്തു. കാര്യം മനസ്സിലായ പാർവതീ ഭക്തയായ കൂളിവാക ഭഗവാൻ നായാട്ടിന് പോയപ്പോൾ ദേവിയെ ധ്യാനിച്ച് പ്രത്യക്ഷപ്പെടുത്തി കാര്യം പറയുകയും അതിന് പ്രതിവിധിയായി ഭഗവാൻ നായാട്ടിന് പോയി തിരിച്ചു വന്നപ്പോൾ കൂളിവാകയുടെ സ്ഥാനത്ത് പാർവതീദേവി കൂളിവാകയുടെ മായാരൂപം ധരിച്ചു നിന്നു. പാർവതീദേവിയുടെ ആ മായാരൂപത്തിൽ മഹേശ്വരന് ജനിച്ച പുത്രനാണ് ചാത്തൻ. 7 വയസ്സുവരെ കാട്ടിൽ വളർന്ന ചാത്തൻ ഒരിക്കൽ നാരദ മഹർഷി പോറ്റമ്മയായ കൂളിവാകയെ കണ്ടു. ചാത്തന്റെ ജന്മോദ്ദേശം മൃഗാസുര വധത്തിനു വേണ്ടിയാണെന്നും അതിന് പോകുന്നതിന് മുൻപ് പിതാവായ ശ്രീപരമേശ്വരനെയും മാതാവായ ശ്രീപാർവതിയെയും കണ്ട് അനുഗ്രഹം വാങ്ങണമെന്നും പറഞ്ഞു. അങ്ങനെ ചാത്തൻ കൈലാസത്തിലേക്ക് പുറപ്പെടുന്നു. ചാത്തൻ കൈലാസത്തിലേക്ക് വരുന്നത് കണ്ട മഹാവിഷ്ണു ചാത്തനെ മഹാദേവന്റെ ദ്വാരപാലകർ അകത്തേക്ക് കടത്തിവിടില്ല എന്ന കാര്യം ഗ്രഹിക്കുകയും ചാത്തനെ തൻ്റെ രൂപം സ്വീകരിക്കുവാനുള്ള അനുഗ്രഹം മഹാവിഷ്ണു നൽകുകയും ചെയ്തു. വൈകാതെ ചാത്തൻ കൈലാസത്തിലെത്തുകയും നന്ദി ചാത്തനെ അകത്തേക്ക് പ്രവേശിക്കുവാൻ അനുവദിച്ചില്ല. അങ്ങനെ ചാത്തൻ സ്വാമി സാക്ഷാൽ മഹാവിഷ്ണുവിൻ്റെ രൂപം ധരിക്കുകയും കൈലാസ കവാടം കടന്ന് മഹാദേവനടുത്തേക്ക് എത്തുകയും ചെയ്തു. തൻ്റെ മുന്നിൽ വന്നിരിക്കുന്നത് തൻ്റെ മകനാണെന്ന് മനസ്സിലാക്കിയ മഹാദേവൻ മായയാൽ വിഷ്ണുരൂപം പൂണ്ട നീ ചാത്തൻ എന്നല്ല, ഇനി മുതൽ നീ വിഷ്ണുമായ എന്ന പേരിൽ അറിയപ്പെടുമെന്ന് മഹാദേവൻ ചാത്തനെ അനുഗ്രഹിക്കുന്നു. മഹിഷമാണ് വിഷ്ണുമായ സ്വാമിയുടെ വാഹനം. ഇവിടെ കുക്ഷികൽപ്പ സമാധി മണ്ഡപത്തിൽ 390 കുട്ടിച്ചാത്തന്മാർ കുടികൊള്ളുന്നു. അമാവാസി പൗർണമി ദിനങ്ങളിൽ കുട്ടിച്ചാത്തന്മാർക്ക് ഗുരുതി കലശമാണ് ഇവിടെ വഴിപാടായി നൽകുന്നത്. വിഷ്ണുമായ സ്വാമിയെ ഉപാസിച്ചു കൊണ്ടുവന്ന വേലുമുത്തപ്പൻ്റെ സമാധി സ്ഥലം കൂടിയാണ് കുക്ഷികൽപ്പം. കൂടാതെ ഇവിടെ ഉപദേവതമാരായി ഗണപതി, സുബ്രഹ്മണ്യൻ, അയ്യപ്പൻ, ഭുവനേശ്വരി എന്നിവരും കുടികൊള്ളുന്നു. ജനുവരി മാസത്തിൽ 15 ദിവസമാണ് ഇവിടുത്തെ ഉത്സവം. അവസാന ദിവസം ആറാട്ട്. ഈ ക്ഷേത്രത്തിലേക്ക് വരുമ്പോൾ തന്നെ മനസ്സിന് എന്തെന്നില്ലാത്ത ഒരു ശാന്തിയാണ് ഉണ്ടാകുന്നത്. നമ്മൾ ഭൂമിയിലാണോ അതോ സ്വർഗത്തിലാണോ എന്ന് പോലും സംശയിക്കുന്ന തരത്തിൽ അത്രയും സുന്ദരമായൊരു സ്ഥാനമാണ് ശ്രീ പെരിങ്ങോട്ടുകര ദേവസ്ഥാനം വിഷ്ണുമായ സന്നിധി. എല്ലാ ദിവസവും പകൽ 12 മണിക്ക് ഭഗവാൻ നൃത്തരൂപത്തിൽ ഭക്തർക്ക് മുന്നിലെത്തി അവൻ്റെ എല്ലാ ആകുലതകളും കേട്ട് വിഷ്ണുമായ സ്വാമി നേരിട്ട് തന്നെ അതിന് പരിഹാരം കാണുന്നു. പ്രസാദമായി നൽകുന്ന അരിയും പൂവും
ക്ഷേത്രം ചുറ്റി തലക്കൊഴിഞ്ഞ് കുക്ഷികൽപ്പ സമാധി മണ്ഡപത്തിൽ വിഗ്രഹത്തിൽ നേരിട്ട് അർപ്പിക്കുവാൻ ഭക്തർക്ക് സാധിക്കുന്നു. ഇവിടെ എത്തിച്ചേരുന്ന ഭക്തജനങ്ങൾക്ക് 3 നേരവും ആഹാരം സൗജന്യമായി നൽകുന്നു. രാവിലെ പ്രഭാത ഭക്ഷണവും ഉച്ചയ്ക്ക് അന്നദാനവും വൈകുന്നേരം വിഷ്ണുമായ സ്വാമിയുടെ പ്രസാദമായ പുട്ട്, അട, പത്തിരി തുടങ്ങിയവയും ഭക്തർക്ക് നൽകുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യുവാനും നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുവാനും മറക്കരുത്. കൂടെ ആ ബെൽ ബട്ടണും ഒന്ന് അമർത്തുക.